ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6 അധ്യായം 33 വാക്യങ്ങൾ. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടൊപ്പം ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. ഹല്ലേലൂയ. ബാക്കിയുള്ളത് എന്തെല്ലാം ആണെന്ന് വെച്ചാലും നമുക്ക് കിട്ടും. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന മക്കളാകണം. ഹല്ലേലൂയ. അപ്പോഴാണ് ഫിലിപ്പിയ ലേഖനം 4:19 പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണത പ്രാപിക്കുന്നത്. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം നൽകും. അത് നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കണമെങ്കിൽ ആദ്യം നമ്മൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന മക്കളായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കാം. നമുക്ക് അവിടുത്തെ രാജ്യവും നീതി അന്വേഷിച്ചുകൊണ്ട് ആ വഴിയെ നമുക്ക് സഞ്ചരിക്കാം. കർത്താവ് പറയുകയാണ്, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് അവൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന്. ഹല്ലേലൂയ. അപ്പം നമുക്ക് സഹനങ്ങളൊക്കെ കിട്ടത്തില്ലെന്നല്ല, നമുക്ക് സഹനങ്ങളൊക്കെ ഉണ്ട്. ദൈവത്തെ അറിയുന്നവർക്ക് വരുന്ന സഹനങ്ങളൊക്കെയും അവയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ കർത്താവ് നമ്മെ സംരക്ഷിക്കും, നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്കതോടൊപ്പം മറ്റുള്ളവരെ ദൈവത്തിലേക്ക് കൊണ്ടുവരാം. ഹല്ലേലൂയ. നമ്മൾ അനുഭവിച്ചറിയുന്ന സത്യത്തെ നമ്മൾ കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് യേശുവിനെ പകർന്നു കൊടുക്കണം. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന വചനങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിയുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് മണ്ണോട് മണ്ണടിയേണ്ടെന്ന് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുവെങ്കിൽ അതെൻ്റെ ദൈവത്തിൻ്റെ കരം തന്നെയാണ്. ഹല്ലേലൂയ. 5 ഓപ്പറേഷൻ ചെയ്ത വ്യക്തിയാണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, ആ 5 മുറിവുകൾ ഏറ്റെടുത്തെങ്കിൽ ഇന്ന് ഞാൻ യേശുവിൻ്റെ മുമ്പിൽ സന്തോഷവതിയാണ്. ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കുമ്പോൾ യേശു എനിക്ക് വേണ്ടി ജീവിക്കും. ഹല്ലേലൂയ. നമ്മൾ യേശുവിലേക്ക് മുറുകെ പിടിക്കണം. പ്രിയപ്പെട്ടവരെ, സഹനങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ 119 സങ്കീർത്തനം അതിൻ്റെ 71 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ വചനങ്ങൾ അഭ്യസിച്ചല്ലോ. ആയിരക്കണക്കിന് പൊൻവെള്ളി നാണയങ്ങളെക്കാൾ അങ്ങയുടെ വചനത്തിൽ നിന്ന് പുറപ്പെടുന്ന നിയമമാണ് എനിക്ക് അഭികാമ്യം. അങ്ങനെ പറയാൻ നമ്മൾ പഠിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വചനം കേൾക്കുകയും ധ്യാനിക്കുകയും അതോടൊപ്പം ജീവിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവർക്കായി എല്ലാം കർത്താവെ നന്മകൾ ഒരുക്കണമേ, അനുഗ്രഹിക്കണമേ. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവേ, ഇന്ന് ദുർചിന്തയിൽ കഴിയുന്ന മക്കളെ സമർപ്പിക്കുന്നു. അന്ധകാര ശക്തിയിൽ ആണ്ടുപോയ മക്കളെ സമർപ്പിക്കുന്നു. മദ്യപാനത്തിലും മയക്കുമരുന്നിലും കഞ്ചാവിലും അടിമപ്പെട്ടു പോയ മക്കളെ സമർപ്പിക്കുന്നു. ദൈവസ്നേഹമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു. ദൈവമേ, അന്ധകാര ശക്തിയിൽ പിടിപെട്ട് കിടക്കുന്ന എല്ലാ കുടുംബത്തെയും സമർപ്പിക്കുന്നു. കൂടുമ്പൊഴിമ്പുള്ള കുടുംബമായി മാറുവാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും അഗ്നി ഇറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യ സ്നേഹം ഓരോ കുടുംബത്തിൻ്റെ മേലും ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവീശ്വര എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുകയും ധ്യാനിക്കുകയും അതോടൊപ്പം ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക. നിങ്ങൾ യേശുവിൽ വളരുക, വളരുന്നവരെ വളർത്തുക. ഹല്ലേലൂയ. ഒരു മനുഷ്യനെയും തളർത്തരുത് പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും വളർത്തുക. നമ്മൾ മറ്റുള്ളവരെ വളർത്തുന്നവരായി മാറണം. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ എല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമ്മൾ കാണും വരെയും കർത്താവിൻ്റെ ശക്തമായ കരുത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുക. പ്രൈസ് ദി ലോർഡ്.